ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന രാജ്യാന്തര റാക്കറ്റാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ്. എന്തായാലും CPM ഇപ്പോൾ ഇട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കാലാവധി അവസാനിപ്പിക്കുന്നു. ഇനി പുതിയ പ്രസിഡന്റിലേക്ക് വരുന്നു. അപ്പോൾ പ്രശാന്ത് പോയിട്ട് TK ദേവകുമാർ എന്ന് പറയുന്ന കയർ ബോർഡിൻ്റെ ചെയർമാൻ വരുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഹൈക്കോടതി ഉന്നയിച്ചതുപോലെ രാജ്യാന്തര റാക്കറ്റ് സുഭാഷ് കപൂർ എന്നൊരാളുടെ പേരാണ് ഉന്നയിച്ചത്. ഈ സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങൾ കടന്നത് കടലിനപ്പുറത്തേക്കാണോ? ഈ സംശയമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? അത് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇപ്പം സിനുജി പറഞ്ഞതുപോലെ ഇയാളുടെ കാലാവധി കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഈ വൃശ്ചികം പ്രശാന്തിന്റെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 13-ാം തീയതി ഇവരെയും കണ്ട മണ്ഡല കാലത്തിന് തൊട്ട് മുമ്പ് അടുത്ത ആൾ പറഞ്ഞു 2 കൊല്ലത്തേക്കുള്ള കാലാവധി CPM വന്നപ്പോഴേ ആക്കിയത്. ഈ തമാശ രൂപേണയാണെങ്കിലും 5 കൊല്ലം ഇരുന്ന അത്രയും വേണ്ട, 2 കൊല്ലം കൊണ്ട് എടുക്കാൻ എടുത്ത് ബാക്കി വേറൊരാൾക്ക് കൂടെ ഒരു അവസരം കൊടുക്കൂ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ അതാ മനസ്സിലാവുന്നത്. 2 കൊല്ലം കൊണ്ട് പ്രശാന്ത് അല്ല ഇപ്പോഴെന്നാ അറിയുന്നത്. മാധ്യമങ്ങൾ പറയുന്ന പ്രശാന്തിന്റെ വീട് വലിയ കൊട്ടാരമായെന്നോ മാർഗം ഉണ്ടായെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ഈ കൊള്ള സംഘം ആരാണെന്ന് അതിനകത്ത് സിനു പറഞ്ഞ പോലെ വലിയൊരു റാക്കറ്റ് ഉണ്ടാകുന്നു. അപ്പം CPM പെടുന്നു. കാരണം CPM-ന്റെ പുറത്ത് ഇട്ട് ഈ വരുന്ന 2019-ഉം 2025-ഉം ഈ ആരോപണം വരുമ്പോഴെല്ലാം CPM അവിടുത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അല്ല, കേരള സർക്കാർ ഭരിക്കുന്ന CPM. അപ്പൊ അതിനകത്ത് CPM-ന് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, ആ കൊള്ളക്കാരെല്ലാം CPM ആയിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണമാണ് വരുന്നത്. അപ്പൊ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് CPM ഒന്ന് ആലോചിച്ചത്, പ്രശാന്ത് ഇതിനെ മാറ്റണ്ട എന്നുള്ള ഒരു ആലോചന വന്നു. 1 കൊല്ലത്തെ കൂടെ ഓർഡിനൻസ് പാസ്സാക്കി കാലാവധി നീട്ടാമെന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പം വീണ്ടും ആലോചന വന്നു, പറഞ്ഞ പോലെ പ്രശാന്തിനെ മാറ്റിയേക്കാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ പ്രശാന്തിനെ നാളെ കാലത്തെ അറസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രശാന്തും വരുമോ, അല്ലെങ്കിൽ വന്നിരുന്നോ ആയിരുന്നോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള സംശയം പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ വ്യക്തത വരുത്താത്ത രീതിയിലേക്കുള്ള ഒരു കാര്യം വരുന്നുണ്ട്. കാരണം വാസുവിനെ 3-ാം പ്രതിയാക്കിയല്ലോ. നമ്മൾ ഈ വാസു എന്ന് പറയുന്ന ആളിനെ ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്, വാസു നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുൻ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പൊ MP ആയിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൂട്ട് ഒരു ക്ലീൻ ഇമേജ് അല്ലെങ്കിൽ ആർക്കും ആരോപണം അങ്ങനെ വ്യക്തത വരുത്തി പറയാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല, അഴിമതിക്കാരനായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ അയാൾ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ഈ വാസു 2019-ൽ പപ്പൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന സമയത്ത് വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ, അയാളാണല്ലോ പിന്നെ പ്രസിഡന്റ് ആവുന്നത്. അന്ന് പപ്പൻ നടത്തിയ ചില കാര്യങ്ങൾ, പപ്പൻ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തിയ ആൾ വാസു എന്നുള്ള രീതിയിലൊരു വർത്തമാനം വരുന്നുണ്ട്. അല്ലെങ്കിൽ വാസുവിന് എന്തെങ്കിലും പറയാൻ ഞാൻ ചോദിച്ചു, നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുക, നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു കക്ഷിയായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ തള്ളി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ ഈ നമ്മുടെ ചാനലിനകത്ത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരത്തല്ലേ പറയാൻ പറ്റൂ, വെളിയിലൊരാളോട് പറയാൻ പറ്റത്തില്ല, ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതേ അവസ്ഥയിലാണോ വാസു എന്നറിയത്തില്ലല്ലോ. അതേ അവസ്ഥയിലാണേലും വാസു പ്രതിയായി പോവും, അതേ അവസ്ഥയിലാണേലും വാസു പ്രതിയായി പോവും. സിനുജി മോട്ടിച്ചില്ലയോ എന്നുള്ളതല്ല, ഞാനൂടെ മോട്ടിച്ച എൻ്റെ കൂടെ സിനുജി മോട്ടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, ആ രീതിയിൽ ഞാൻ പറഞ്ഞ പ്രതിയാ, മനസ്സിലായി? സിനുവിന്റെ കൂടെ ഉണ്ടായിരുന്നു, പ്രതിയാ. അതതിന്റെ നിയമമാ. അപ്പൊ ആദ്യമേ കയറുന്നതിന് മുമ്പേ മുരാരി ബാബു പറഞ്ഞിരുന്നല്ലോ, തുടക്കം നമ്മൾ പിന്നെ പറഞ്ഞൊന്നും വെളിയിൽ വന്നിട്ടില്ല. മുരാരി ബാബു പറഞ്ഞില്ല, ഇവരെ 2 പേരെ ഞാൻ കാണിച്ചായിരുന്നേ, മാസ്റ്റർ വേറൊക്കെ ഞാൻ കാണിച്ചായിരുന്നേ, കണ്ടിട്ട് ഓക്കെ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ പിള്ളേരൊക്കെ കൊണ്ടുവന്നേ ഈ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് സാറിനെ കൊണ്ട് കാണിച്ചിട്ട് ശരി ടിക്കൊക്കെ ഇട്ട് കൊടുക്കുക, ടിക്കിട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അകത്ത് പറഞ്ഞാൽ അവര് ടിക്ക് ഇടണമെങ്കിൽ, അവരിത് ബോധ്യപ്പെടണമെങ്കിൽ 98-ൽ പൂശിയത് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അയ്യപ്പൻ്റെ എന്നുള്ള കാര്യവും, ശബരിമലയിലെ ഹരിവരാസനം ഉൾപ്പെടെ എൻ്റെതാണെന്ന് പറയുന്ന പപ്പൻ ശബരിമലയുടെ ഏറ്റവും ഭാഗമായിട്ടിരിക്കുന്ന ആൾക്ക് 98-ൽ അവിടെ പൂശിയത് ചെമ്പുവാളി ആളില്ലെന്നുള്ള കാര്യം പപ്പൻ അറിയാമല്ലോ. ഹൈക്കോടതി അല്ലെങ്കിൽ ജഡ്ജിയുടെ തുല്യമായുള്ള പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ആളായിട്ടുള്ള വാസുവിനും അറിയാമല്ലോ ഇത് ചെമ്പതേടല്ലെന്ന്. പിന്നെ ചെമ്പതേടിൻ്റെ മാസ്റ്റർ മുരാരി ബാബു കൊണ്ടുവന്നപ്പം അത് മതി, അല്ലെങ്കിൽ അത് അങ്ങനെ വേണോ, അങ്ങനെ കറക്റ്റാണോ എന്ന് നോക്കാനല്ല ആയിരിക്കുമല്ലോ നമ്മളെ പോലുള്ള ചിന്തിക്കുമ്പം, കോടതി ചിന്തിക്കുമ്പോഴും മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്ത് 3-ാം പ്രതിയായിട്ട് വാസു വന്നിട്ടുണ്ടെങ്കിൽ വാസുവിനെ ഒന്ന് വൃത്തിയായിട്ട് ചോദ്യം ചെയ്താലും, ടെക്നിക്കലി ചോദ്യം ചെയ്താലും ചിലപ്പം പലരും വരും, പ്രശാന്തും വരും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവൻ പിണറായിക്ക് അനുകൂലമുള്ളവനല്ല, അത് കോടതി കണ്ടെത്തിയാണല്ലോ ഇരുത്തിയത്. ഇയാളെ DGP ആക്കണ്ട, ഇയാൾക്ക് ചില സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, ഇയാൾ അങ്ങനെ കേന്ദ്രത്തിലും പോയി ഷൈൻ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്.
അപ്പം ആ ഒരു കൃത്യതയിലും വ്യക്തതയോടും കൂടി അന്വേഷണം വന്നാൽ, ഗൂഢാലോചന പൊളിഞ്ഞാൽ, ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പ്രശാന്ത് വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ സർക്കാർ നിയന്ത്രണത്തിൽ ഇരിക്കുന്നുണ്ട്, ഏത് രീതിയിലേക്ക് അന്വേഷണം പോകുന്നത് നമുക്കറിയാം. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതാണ്. അപ്പൊ ഇയാളെ മാറ്റിയിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ എപ്പോഴുള്ള പ്രശ്നം അറിയോ, ഈ വാസുവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? ഇയാൾ 3-ാം പ്രതിയാണല്ലോ, ഇയാളെ ചോദ്യം ചെയ്തു, തെളിവ് ലഭിച്ചു. ഇപ്പൊ 1-2 പ്രതികളുണ്ട്, അവർ പറയുന്നു വാസുവിനകത്ത് അറിയാം. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ നിർത്തുന്നത് സർക്കാരിന്റെ ഇമേജ് നിർത്താൻ. കാരണം വാസുവിനെ അറസ്റ്റ് ചെയ്ത ഒരുപക്ഷെ പറയുമായിരിക്കും ഞാൻ ഇതിന് ഷെയർ ഇന്ന ആൾ കൂടെ കൊടുത്തു എന്ന്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ അടുത്ത അന്വേഷണം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പത്മകുമാറിന് ശേഷം വരുന്നത് പ്രശാന്ത. അപ്പൊ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അറസ്റ്റിലാകാം. അപ്പൊ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാം. അത് വേണ്ട, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ വാർത്തയ്ക്ക് കാഠിന്യം കുറയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ. മാത്രം വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ വാസുവിനെ നിസ്സാരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാസുവിനെ പ്രതി ചേർക്കണം. വാസുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ഗ്രൗണ്ടുകൾ ഏറ്റവും ബലമുള്ളതാക്കണം. വാസുവിന് നിയമം അറിയാവുന്നവനാണ്. അതുകൊണ്ട് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യത്തില്ല നമുക്ക് തീരുമാനിക്കേണ്ട. അറസ്റ്റ് ചെയ്യുന്നതിന് വ്യക്തമായ കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കും. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇനിയും വാസു പറഞ്ഞത്, വാസുവിനെ ചോദ്യം ചെയ്തത്, ഈ അന്വേഷണ കമ്മീഷന്റെ അകത്തിരിക്കുന്നത് അവർക്ക് ബോധ്യമുള്ളതുമായിട്ടുള്ള ആൾക്കാർ നിസ്സാരമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തിരിക്കുന്നവരല്ല. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടിരിക്കുന്നവർ, ജനപ്രതിനിധികളൊക്കെ ആയിക്കൂടായില്ലല്ലോ. വാസു വന്നപ്പോൾ, അല്ലെങ്കിൽ വാസു പറഞ്ഞിട്ടുള്ളപ്പോൾ, അല്ലെങ്കിൽ വാസുവിന് ഇത് ചെയ്യേണ്ടി വന്നപ്പോൾ, വാസു അറിയാതെ പോലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എടുത്തിട്ടില്ലെങ്കിലും പ്രതിയാവേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ മിണ്ടാതെ മോട്ടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ മോട്ടിച്ചോര് മോശക്കാരായിരിക്കത്തില്ലല്ലോ. മന്ത്രിയാവാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാം, MLA ആവാം, അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. അപ്പം അതിനകത്ത് ഇത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമ്മളീ പറയുന്നത് പോലെയല്ല. കോടതി നിഗൂഢത അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും ഒക്കെ അറിയാമല്ലോ. അല്ല, ഇവിടെയാണ് പ്രശ്നം. കാരണം രാജ്യാന്തര റാക്കറ്റിൻ്റെ പിന്നിലുണ്ടോ? അപ്പോൾ ഹൈക്കോടതി തന്നെ പറയുകയാണ് അങ്ങനെ ഒരു രാജ്യാന്തര റാക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഈ സ്വർണ്ണപ്പാളികൾ രാജ്യത്തിന് പുറത്തേക്ക് കിടന്നു, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മോഹവില നൽകുന്ന ആൻറ്റിക് വസ്തുക്കൾ, ഇപ്പം വിഗ്രഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശബരിമല പാളി ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ ഈ റിപ്ലിക്ക ഉണ്ടാക്കിയിട്ട് അത് അവിടെ വെച്ചിട്ട് ഒറിജിനൽ സാധനം കടത്തിക്കൊണ്ട് പോകാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നാണ് ഹൈക്കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചത്. മാത്രമല്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് പറയുന്നു ശാസ്ത്രീയ പരിശോധനകൾ നടത്തണം. അപ്പോൾ ഇത്രയും നാൾ നടത്തിയ പരിശോധന ശാസ്ത്രീയമല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം പരിശോധന നടത്തുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നടത്തണ്ടേ? അപ്പോൾ ശരി, ആൾക്കാരെ പറ്റിക്കാം, നമുക്ക് കള്ള രീതിയിലൊരു അന്വേഷണം അങ്ങനെയാണോ നടത്തുന്നത്? അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടം നിൽക്കുന്നത് കൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോഴും പ്രശ്നം സർക്കാരിന് ഡാമേജ് ഉണ്ടാകാത്ത വിധത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുന്നുണ്ടോ? വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ലയോ? ഇനി അടുത്ത ഘട്ടമായിട്ട് പത്മകുമാറിനെയും ഈ പറയുന്ന പോലെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുകയോ അവരെ പ്രതി ചേർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ CPM-ന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിനെ എന്തായാലും സർക്കാർ തടയില്ലയോ എന്ന് ചോദിച്ചാൽ തടയാൻ പറ്റുന്ന അവസ്ഥയിലാണോ നമുക്കറിയത്തില്ല. കോടതി അതുപോലെ പൂട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തടയും. കാരണം നമുക്ക് അതിന് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് ആയാലും തടയും, BJP ആയാലും തടയും. ഇതിനുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് വലിയ വലിപ്പത്തിലുള്ളതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇലക്ഷൻ വരിക. ശബരിമല ഉണ്ടാക്കിയ ഡാമേജ് നേരത്തെ CPM-ന് അറിയാം. അത് മാറ്റാൻ വേണ്ടി അയ്യപ്പ സംഘം ഉൾപ്പെടെ നടത്തിയത് അന്നേരമായി കുണ്ടി വന്ന് കയറിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രാജ്യാന്തര റാക്കറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ നിസ്സാരമായിട്ടുള്ളവർക്ക് നടത്താൻ പറ്റത്തില്ല. ഒരു പോറ്റിയും ഒരു മുരാരി ബാബു ഇപ്പോൾ സുധീഷിനും ഒന്നും നടത്താൻ പറ്റുന്ന വിഷയമേ അല്ല. ശബരിമല നിസ്സാര സംഭവമാണോ? അല്ല. ശബരിമലയെ കൊള്ള നടത്തണമെങ്കിൽ നിസ്സാരക്കാരെ കൊണ്ട് പറ്റത്തില്ല. വലിയ ക്ഷേത്രമാണ് ഈ ഹൈക്കോടതി നിരീക്ഷണമുള്ള അമ്പലം. എല്ലാ വകുപ്പിനും ഓരോ കമ്മീഷണർമാരുള്ളതും കോടാനുകോടി ഉള്ളതും ആണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നിടം. അവിടുന്ന് ഒരു മോഷണം നടത്തണമെങ്കിൽ അവിടെ മോട്ടിക്കുന്ന ആൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല ഇവർ കൂലിക്കാരാ. അതെ, രാജ്യാന്തര റാക്കറ്റ് ഉണ്ട്. ആ രാജ്യാന്തര റാക്കറ്റ് വരണമെങ്കിൽ അതുപോലെ ബലമുള്ളവൻ ഇവിടുന്ന് എടുത്തു കൊടുക്കുന്നവനായിരിക്കുന്നിട്ടേ വരത്തുള്ളൂ. അല്ലാത്തവൻ വരുമോ? വരത്തില്ല. എന്താ തന്ത്രി പറഞ്ഞത്? ഞങ്ങള് ഇതങ്ങ് തന്നേക്കാവുന്ന ഈ പറഞ്ഞ മോഹവര കോടികൾ കിട്ടും. അതെ, ആ ഇതിന്റെ വണ്ടക്കിരുന്ന വാഹനത്തിന് ഇയാളെന്തിനാ അവിടെ കൊണ്ട് പോയി വെച്ചേക്കുന്നത്? ഇത് ദഹിപ്പിക്കണം, വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ നശിച്ചു പോകുന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണല്ലോ ധരിപ്പിച്ചു. അയാളെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നശിക്കത്തില്ല. ഇത് അവിടെ ഗുണപ്പെട്ടു വരുമോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാ. സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ ചോദിക്കും, ബാക്കിയോടെ തിരുന്നാ നശിച്ചു പോകും. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ നശിച്ചു പോകത്തില്ലേ? അപ്പൊ ദഹിപ്പിക്കണ്ടേ? അപ്പൊ
അല്ല, കോടതി ആദ്യമേ കൊടുത്തത് കണ്ടില്ലേ? കോടതി ആദ്യമേ നോട്ട് ചെയ്ത് കൊടുത്ത ആരാ? തന്ത്രി, പ്രസിഡന്റ്, മെമ്പർ, മേൽശാന്തി, ഇവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അവരാരും അറിഞ്ഞില്ലേ ഇത് സ്വർണ്ണമല്ല? കൈ അങ്ങോട്ട് പിടിച്ചപ്പോൾ അവിടെ പാട് വീണ് സ്വർണ്ണങ്ങളായി പോയോ? എന്തോ സിനു പറയുന്നത്? ഇത് ആരോടായി പറയുന്നത്? ഇതിനകത്ത് കോടതിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് ഒരു പോറ്റിയും ഒരു മേൽശാന്തിയും അല്ലെങ്കിൽ ഒന്നും വിചാരിച്ചാൽ ഇവരെല്ലാം കൂടെ വളരെ കൃത്യമായിട്ട് വളരെ കാലമായിട്ട് ഇതിനകത്ത് വളരെ വലിയ കൊള്ളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് നോട്ട് ചെയ്ത ഒരു സാധനം വന്നെന്ന് പറഞ്ഞാൽ ഇതെന്തുകൊണ്ട് വന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒന്നുകിൽ ഈ പരാതിയുമായിട്ട് കോടതിയിൽ ചെന്നവന് വീതം കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ ഇവൻ ഒരു വീതവും മേടിക്കാത്തവനായിരിക്കും. രണ്ടും വരാം. അല്ലെന്ന് വെളി വരത്തില്ല. വരത്തില്ലെന്ന് പറഞ്ഞാൽ വെളി വരത്തക്കോണമുള്ള കാര്യങ്ങളില്ല. ഇതെല്ലാം അത് മൂടി പിടിച്ചിരുന്ന അത്രയും വലിപ്പത്തിലുള്ളവരാ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റിന് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് അങ്ങ് ഒതുക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ബോധ്യം ഇപ്പൊ ഗവൺമെന്റിനില്ല. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കോടതിയും അതേ രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മൊത്തത്തിൽ അങ്ങ് പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സിനു നേരത്തെ ചോദിച്ചതുപോലെ പലരെ അറസ്റ്റ് ചെയ്യുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാത്തതിന് നമുക്ക് രണ്ട് കാരണം കണ്ടുപിടിക്കാം. ഒന്ന്, ഗവൺമെന്റ് ഇടപെടുന്നോ. രണ്ട്, ഈ അറസ്റ്റ് വൈകുന്നത് ഗ്രൗണ്ട് തെളിവുകൾ അല്ലെങ്കിൽ മറ്റു രീതികൾ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നും കൂടെ സംശയിക്കാം. അപ്പം നമുക്ക് വെളിയിൽ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. സംരക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എല്ലാ രീതിയിലും സംരക്ഷിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ഒരു പപ്പനെ സംരക്ഷിക്കാനോ, ഉദാഹരണം പറഞ്ഞുള്ള, അല്ലെങ്കിൽ ഒരു പ്രശാന്തിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ സംരക്ഷിക്കാനോ അല്ല. മന്ത്രിക്കല്ല ഡാമേജ് വരാൻ പോകുന്നത്. അടുത്തൊരു ഏറ്റവും വലിയ 2 തെരഞ്ഞെടുപ്പുകൾ ഈ ഒരു വിഷയം വലിയ വലിപ്പത്തിൽ വരും. ഇത് ശബരിമല ഉണ്ടാക്കുന്ന ഡാമേജ് നമ്മൾ പറയത്തില്ലേ, തിളച്ച വെള്ളത്തിൽ വീണ പൂജ പച്ചവെള്ളം കാണിക്കുമ്പോൾ പേടിക്കുന്നു, പണ്ടെന്ന് അനുഭവിച്ചതാ. അത് ഓവർകം ചെയ്യാൻ CPM പെടുന്ന പെട്ട പാട് അതിന്റെ പുറത്താണ് ഇതുകൂടെ വന്നേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് പ്രശാന്തിനെ എന്തൊക്കെയോ പുറകിൽ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഓർഡിനൻസ് കൊണ്ടുവച്ച് പ്രശാന്ത് ക്ലിയർ ആണ്, ഞങ്ങളിപ്പോൾ ഇയാളെ മാറ്റുന്നില്ല, ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല എന്ന് വരുത്താനിരുന്ന ഗവൺമെന്റ് പെട്ടെന്ന് ഒരു തീരുമാനം മാറ്റത്തില്ല. അപ്പൊ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. സിനു പറഞ്ഞതുപോലെ രാജ്യാന്തര റാക്കറ്റ് ഇതിന്റെ പിറകിൽ ഉണ്ട്. ഇല്ലേ, നടക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.